സോനം വാങ്ചുക്ക് വന്നത് കോൺട്രാക്ട് ബേസിസിൽ വന്നതാണ്. നിരാഹാരം കിടക്കാൻ ദീപ് കൈക്ക് പറ്റില്ല, കിടന്നാൽ അവന് മൈഗ്രെയിൻ വരും. അത് അവൻ മൈക്കിലൂടെ വിളിച്ചും പറഞ്ഞു. അതുകൊണ്ട് വാടകയ്ക്ക് നിരാഹാരം കിടക്കാനാണ് സോനം വാങ്ചുക്ക് വരുന്നത്. സോനം വാങ്ചുക്കിന് ഈ നിരാഹാരം കിടക്കാൻ അറിയാം. അതിനൊരു പ്രത്യേക സ്കില്ല് വേണം. നിരാഹാരം എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വൈകുന്നേരം ആകുമ്പോൾ ചത്തുപോകും. അതിനൊരു ട്രെയിനിങ് ഒക്കെ ഉണ്ട്. ഈ ട്രെയിനിങ് എടുത്ത ആളാണ് സോനം വാങ്ചുക്ക്. ആർക്ക് വേണ്ടിയും നിരാഹാരം പുള്ളി അനുഷ്ഠിക്കും. പുള്ളിയുടെ കാശ് പുള്ളിക്ക് കൊടുക്കണം. ദത്തായി ചങ്ങായി ചലക്കണേ പൊന്നാർ ചങ്ങായി ഞങ്ങൾക്ക് തീരെ അന്തല്ലേ, പടു വിഡ്ഢിയാണ്. വിഡ്ഢിത്തങ്ങനെ വിളമ്പല്ലേ. അത് വിശ്വസിക്കാൻ കുറെ സംഘികള് എൻ്റെ ഒപ്പം ഉണ്ടാവും എന്നല്ലാതെ വേറെ ആര് വിശ്വസിക്കുന്നു? സോനം വാങ്ചുക്ക് എന്ന് പറയുന്ന ആ ധീര പോരാളിയെ കുറിച്ച് ഇന്ത്യ രാജ്യത്തിന് ഇജ്ജ് പരിചയപ്പെടുത്തിയിട്ട് വേണോ? ലഡാക്കിലൊക്കെ കർഷകര് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി ചരിത്രങ്ങളിൽ, ലോക ചരിത്രങ്ങളിൽ പാഠമാണ്. ഈ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചതാണ്. ആ മനുഷ്യൻ ഇവിടെ പെയ്ഡ് ചെയ്തുങ്ങാണ്ട് വന്നുങ്ങാണ്ടാണ് ഇവിടെ നിരാഹാരം കിടക്കണമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ ഉളുപ്പുമാണ് ചങ്ങായി. ഇപ്പം എന്താ ജന്തർ മന്ദിറിൽ അദ്ദേഹം വന്ന് നിരാഹാരം കിടക്കുന്നുണ്ട്. എന്തിൻ്റെ പേരിൽ അത് പറയും. അതാദ്യം മനസ്സിലാക്ക്. അതായത് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട്, ഉന്നത പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട്, അതായത് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം തകർച്ചന്റെ അങ്ങേ അറ്റമാണ്. വിദ്യാഭ്യാസ രംഗം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് CJP എന്ന് പറയുന്ന ക്രോക്കോച്ച് പാർട്ടി ജന്തർ മന്ദിറിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുക. ആ സമരത്തെ തല്ലിച്ചതക്കാണ് പോലീസ് എന്നും പറയാൻ പറ്റൂല. ഒറ്റൊന്നിന് നെയിം ബോർഡ് പോലും ഇല്ല. തല്ലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സംഘികളടക്കം ഒത്തൊരുമിച്ചുകൊണ്ടാണ് തല്ലുന്നത് എന്നാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെയും മറ്റും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരെയാണ്? ഈ രാജ്യത്തിന്റെ പുതുതലമുറയെ. എന്താ അവർ പറഞ്ഞത്? ആ വിദ്യാഭ്യാസ മന്ത്രി, അത്രയും ക്രമക്കേടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ, അയാള് രാജിവെക്കണം എന്നുള്ള ആവശ്യം വളരെ ക്ലിയർ അല്ലേ? രാജിവെക്കണ്ടേ? രാജ്യത്ത് നടക്കുന്ന ഉന്നത പരീക്ഷാ പേപ്പർ പോലും ആ കോലത്തിൽ ചോർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് വർത്താനാ പറയണത്? TG മോഹൻദാസ് വന്നിട്ട് ഇങ്ങനെ പറയാണ്, വാങ്ചുക്ക് അങ്ങനെയാണ്, വാങ്ചുക്ക് ഇങ്ങനെയാണ്. അനക്കൊന്നും ഒരു മണിക്കൂർ അനക്കൊന്നും പട്ടിണി അടക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു പട്ടിണി കടന്ന് ഊർജം കളയുന്ന ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ സ്വത്തും ജീവനും തങ്ങളുടെ നിലപാടുകളൊക്കെ സമർപ്പിക്കാനൊന്നും എൻ്റെ ചരിത്രത്തിൽ യാതൊരു വിധത്തിലുള്ള പിന്തുണയില്ല. കാരണം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന സമയത്ത് ഈ പറയുന്ന എൻ്റെ പാർട്ടി ഉണ്ടല്ലോ, എൻ്റെ പ്രത്യയശാസ്ത്രം, ഒരിക്കലും ഊർജം അത്തരം കാര്യങ്ങളിലേക്ക് കളയരുത് എന്ന് പറഞ്ഞ ആ പ്രത്യയശാസ്ത്രത്തിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരെ ഒരു മണിക്കൂർ പോയിട്ട് ഒരു മിനിറ്റ് പോലും എനിക്കൊന്നും പട്ടിണി അടക്കാനോ നിരാഹാരം എടുക്കാനോ നിലപാട് വ്യക്തമാക്കാനോ അതിനുവേണ്ടി സമരം ചെയ്യാനോ കഴിയില്ല മോഹൻദാസ്. കാരണം താങ്കളുടെയൊക്കെ ചരിത്രം മുമ്പേ അങ്ങനെയാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്തിന്റെ സാധാരണക്കാരായ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അത് വിദേശ ശക്തികളാണെങ്കിലും ഉള്ളിലുള്ള ആളുകളാണെങ്കിലും, അനീതിയോട് യാതൊരു വിധത്തിലും സമരസപ്പെടാതെ പ്രതിഷേധിച്ച പാരമ്പര്യമുള്ള ആ ചരിത്രത്തിന്റെ കാറ്റലകൾ ഇന്നും മായാതെ കിടക്കുന്ന ഇന്ത്യ രാജ്യത്ത് അതിന്റെ അലോലികൾ ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ല. അതിന് പെയ്ഡ് പ്രമോഷനൊന്നും ആർക്കും ആവശ്യമില്ല. പെയ്ഡൊന്നും വേണ്ട. ഇന്നതാണ് ഡൽഹി തെരുവ് ജന്തർ മന്ദിറിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അനീതി എന്താണെന്നും നീതി എന്താണെന്നും തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം വേണം. അതല്ലാതെ ഇങ്ങനെ വളവളാന്ന് വർത്താനം പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമൊന്നുമില്ല. എന്നിട്ട് സോനം വാങ്ചുക്കിനെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹമൊക്കെ അനീതിക്കെതിരെ പോരാടുന്നത്, അദ്ദേഹത്തിന്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് പോരാടുന്ന ഈ പോരാട്ടം എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ ഭാവി തലമുറക്ക് വേണ്ടിയിട്ടാണ്. അമുക്കിന് മുണുങ്ങിങ്ങാണ്ട് അത് വിശ്വസിക്കുന്ന കുറച്ച് സംഖ്യകളുണ്ടാവും. അതല്ലാതെ ഈ രാജ്യത്തിന്റെ മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, അനീതിയെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഈ രാജ്യത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ പുല്ലു വിലയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ ചരിത്രം ഒന്ന് പഠിക്കുന്നത് TG മോഹൻദാസ് നന്നാവുമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു.